പത്തനംതിട്ട അടൂരിലെ സംസ്ഥാന സർക്കാർ ലോട്ടറിയുടെ അംഗീകൃത ഏജൻസിയെ ലോട്ടറി വകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ സസ്പെൻഡ് ചെയ്യുന്നതിന് കാരണം ഇത് സംസ്ഥാന സർക്കാർ ലോട്ടറിയുടെ അംഗീകൃത ഏജൻസിയാണെങ്കിലും ഇവിടെ ബോച്ചയുടെ ടീയും ഒപ്പം തന്നെ അതിനോടൊപ്പമുള്ള നറുക്കെടുപ്പ് കൂപ്പണും വിതരണം ചെയ്യുന്നു. അത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഈ ഒരു അംഗീകൃത ഏജൻസിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അംഗീകൃത ഏജൻസിയുടെ നടത്തിപ്പുകാരൻ അടൂർ പന്നിവിഴ പാലത്ത് ഷിനോ കുഞ്ഞുമോൻ നമ്മോടൊപ്പം ഉണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഈ സംസ്ഥാന ഭാഗ്യക്കുറിയും ഒപ്പം തന്നെ ബോച്ചയുടെ ഈ ഒരു ടീയും അത് ഒരുമിച്ച് വിൽക്കുന്നതാണല്ലോ ഇപ്പോൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ശരിക്കും ഞാനിപ്പോൾ ഈ ന്യൂസ് കണ്ടിട്ടാണ് അറിയുന്ന സംഭവം. ഇത് ശരിക്കും ഞാൻ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ലോട്ടറി ഏജൻസിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 മാസത്തേന് ഞാൻ കച്ചവടം ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പുതിയ ആശയം തോന്നി, ബോച്ചയുടെ ഫ്രാഞ്ചൈസി ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ബോച്ചയുടെ ഫ്രാഞ്ചൈസി ഇട്ടു. ഫ്രാഞ്ചൈസി ഇട്ടപ്പോൾ ഇനാഗ്രേഷൻ സമയത്ത് ഒരു CAT യൂണിയനാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് വേറൊരു ഇനാഗ്രേഷൻ വന്നൊരു പയ്യനോട് പറഞ്ഞു, ഇതുപോലെ നടത്താൻ പറ്റില്ല, ഇത് ടിക്കറ്റ് ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ലോട്ടറി ഏജൻസിയെ ടിക്കറ്റ് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞു. നമ്മളന്ന് ടിക്കറ്റ് ഇട്ടിട്ടുമില്ല, അല്ലാതെ വന്ന് നോക്കാൻ വേണ്ടി വന്നത്, നമ്മൾ ടിക്കറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നത്. അന്നില്ലായിരുന്നു. പിന്നെ ഇന്നലെ ജസ്റ്റ് ഒരു പുള്ളിക്കാരൻ നമ്മൾ 2 ബമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ബമ്പർ എടുത്തെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇരുന്ന ബമ്പറാണ്, ഈ അടുത്ത മാസമുള്ളൂ നറുക്കെടുപ്പുള്ളത്. അപ്പോൾ അത് വിറ്റ് പോകാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടെന്നേ ഉള്ളൂ. ഇന്നലെ വന്നിട്ടൊരു വ്യക്തി വന്നിട്ട് ഫോട്ടോ എടുത്തു. എൻ്റെ അമ്മയായിരുന്നു ഇവിടെ ഇരുന്നത്. അമ്മയുടെയും കൂടെ ഫോട്ടോ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് അവർ പോയിരിക്കുന്നത്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീ നിൽക്കുമ്പോൾ സ്ത്രീയുടെ ഫോട്ടോ അവരോട് ചോദിക്കാതെ എടുക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ അമ്മ എൻ്റെ അടുക്ക് പറഞ്ഞു, ഇതുപോലെ ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതായത് ഈ സംസ്ഥാന സർക്കാർ ലോട്ടറിയുടെ അംഗീകൃത ഏജൻസിയാണല്ലോ താങ്കൾ. നറുക്കെടുപ്പും അറിയാമല്ലോ. അപ്പോൾ അതേ സ്ഥാനത്ത് തന്നെ അതേ കടയിൽ തന്നെ ബോച്ചയുടെ തേയിലയും ഒപ്പം തന്നെ അതിനോടൊപ്പമുള്ള നറുക്കെടുപ്പും ആ കൂപ്പണും കൊടുക്കുന്നത്, ഇത് രണ്ടും സമാന സ്വഭാവമുള്ളതല്ലേ? നറുക്കെടുപ്പ് തന്നെയല്ലേ? അല്ല, ഇതൊരിക്കലും സമ്മാന ഇത് ഉണ്ടെന്ന് പറയും. ഇത് പ്രൊമോഷണലാണ്. ബോച്ചയുടെ ഒരു പ്രൊമോഷനാണ്. ഇതിനകത്തൊരു കൂപ്പൺ ഇരിക്കുന്നത്. ഇപ്പം നിസാർ ഒരു തുണിക്കടയിൽ പോയിട്ട് ഒരു തുണി മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്ക്രാച്ച് പിന്നുണ്ട്. അതേപോലെയാണിത്. എന്ന് വെച്ചാൽ അതൊരിക്കലും ടിക്കറ്റ് അല്ല. ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റായിട്ട് കൊടുക്കുന്നതാണ് 40 രൂപ കൊടുത്ത് മേടിക്കുന്നത് ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തേയിലയുണ്ട്, തേയിലയ്ക്കകത്തൊരു സെയിൽസ് പ്രൊമോഷന് വേണ്ടി ഒരു കൂപ്പൺ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിലപ്പുറമില്ല. അപ്പോൾ ഈ സസ്പെൻഷൻ സംബന്ധിച്ച് ഇനിയും താങ്കളുടെ ഒരു തുടർ നടപടി എന്തായിരിക്കും? എങ്ങനെയായിരിക്കും തീരുമാനം? എന്താണ് അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ വേണ്ടപ്പെട്ട അധികൃതരെ കണ്ടിട്ട് സംസാരിച്ചിട്ട് എന്തുവാന്ന് വെച്ചാൽ ചെയ്യും. അതായത് താങ്കൾ ഇവിടെ ഇത് അംഗീകൃത ഏജൻസിയാണല്ലോ, അപ്പോൾ ആ ലൈസൻസ് ഇപ്പോഴും ഉണ്ടല്ലോ താങ്കൾ? ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ടെന്നാണ് ഞാൻ അറിയാം. 3-4 മാസമേ ഉള്ളൂ ഞാൻ കട തുറക്കായിരുന്നിട്ട്. ആ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇതിന്റെ താങ്കളുടെ പേരിലല്ലേ ലൈസൻസ്? താങ്കളുടെ പേരിൽ അതെ. അംഗീകൃത ലോട്ടറി ഏജൻസിയാണ്, ആ ഏജൻസിയുടെ ഉടമയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഈ ബോച്ചയുടെ നറുക്കെടുപ്പ്, അതായത് ബോച്ചയുടെ ടീ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ഈ ടീ പാക്കറ്റിനുള്ളിൽ നറുക്കെടുപ്പ് കൂപ്പണുമുണ്ട്. അതാണ് ഇപ്പോൾ സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ശ്രദ്ധയിൽ പെട്ടിരിക്കുന്നത്. അവർ പറയുന്നത്, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ അംഗീകൃത ഏജന്റ് ആയിരിക്കെ ബോച്ച ടീ എന്ന ഉൽപ്പന്നവും അതോടൊപ്പമുള്ള നറുക്കെടുപ്പ് കൂപ്പണും വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. അതിനാൽ വകുപ്പ് നിർദ്ദേശപ്രകാരമാണ് അടൂർ അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടി. ബോച്ച ടീ നറുക്കെടുപ്പ് അത് സ്വകാര്യ ലോട്ടറി വ്യാപാരമാണെന്നും ഇതിനെതിരെ ലോട്ടറി റെഗുലേഷൻ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ അതിന്റെ പോലീസ് ക്രൈം 235/24 കേസന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർ സ്വകാര്യ നറുക്കെടുപ്പ് പദ്ധതികളുടെ ഭാഗമാകുന്നത് പൊതു താൽപര്യ വിരുദ്ധവും ലോട്ടറി റെഗുലേഷൻ നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും ലംഘനവുമാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി 2005 കേരള പേപ്പർ ലോട്ടറീസ് റെഗുലേഷൻ ചട്ടങ്ങളിലെ 5 ചട്ടപ്രകാരമാണ് ഷിനോ കുഞ്ഞുമോന്റെ ഏജൻസി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.